അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 76. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖാല അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസ്. ഒരടിമയും പിന്നൊരടിമക്ക് ഒന്നും മറച്ചു വെക്കില്ല എങ്കിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ഓന്റെ അയ്ബിടെയും മറച്ചു വെക്കല. അഥവാ ഒരാള് പിന്നൊരാളുടെ കുറവ് മറച്ചു വെച്ച അതിനെ വെളിവാക്കില്ലാണ്ടായെങ്കിൽ ഓന്റെ കുറവുടെയും ഖിയാമത്ത് നാളിൽ അള്ളാഹു മറച്ചു വെക്കല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കി എനിക്കത്തെ ഹദീസ് ഞങ്ങൾ എല്ലാവരും ജീവിതത്തിൽ വലിയ ശ്രദ്ധിക്കണ എനിക്കത്തൊരു വിഷയം. ഒരുത്തടെ കുറവും പുറത്തിട്ടിട്ട് അവന്റെ ഫലീഹത്താക്കട എനിക്കത്തൊരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തീരാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടത്. കാരണം ദുനിയാവിൽ കുറവില്ലാത്ത എനിക്കത്തെ ആൾമാർ, അയ്ബില്ലാത്ത എനിക്കത്തെ ആൾമാർ കാണുക സാധ്യമേ ഇല്ല. അപ്പൊ ഒരാളിലൊട്ടിക്ക് ഒരു കുറവ് കണ്ടെത്തുണ്ടായെങ്കിൽ, അയ്ബ് കണ്ടെത്തുണ്ടായെങ്കിൽ അതെല്ലാം ചൊന്നിട്ട് റായത്തിരി പാട്ടാക്കിയിട്ട് അവന്റെ മര്യാദ എടുത്തിട്ട് അവനക്ക് പിന്നെ മുഖയെത്തി നടക്കുകയാവാത്ത പോലെ അവന്റെ ഫലീഹത്താക്കട എനിക്കത്തൊരവസ്ഥ ഉണ്ടാവുകയെങ്കിൽ നാളെ ഒരു റായത്താൽമാരെ മുന്നോട്ടായിട്ടിക്കോൺ ഫലീഹത്താവിടെ. പക്ഷേ ഇതര കാരണം കൊണ്ട് നാളെ കോടിക്കണക്കിൽ ദുനിയാവുടെ എല്ലാ ആൾമാരെ മുന്നോട്ടും നിന്റെ അള്ളാഹു ഫലീഹത്താക്കുക. അതുകൊണ്ട് ഒരു അടിമയുടെ ഒരു കുറവുടെ അയ്ബുടെ നീ മറച്ചു വെച്ചാണ്ടായെങ്കിൽ, മൂടി വെച്ചാണ്ടായെങ്കിൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ നിന്റെ ചെമ്മ അയ്ബുടെ മറച്ചു വെക്കടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിത്ത്. അതുകൊണ്ട് ഒരാളെ പറ്റിയും മോശമായ ധാരണ, ഭാവന നമുക്ക് ഉണ്ടാവുക തീറ. യാ അയ്യുഹല്ലദീന ആമനു ജിത്തനിബു കസീറം മിനൽ ളന്ന് ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ. ഖുർആൻ ചൊന്തു നിങ്ങൾ ചെമ്മ ധാരണ ഒഴിവാക്കണം. ഭാവന ഒരാളെ പറ്റി ഭാവിക്കുന്നത് ചിലപ്പോ അത് തെറ്റായി പോകും, തെറ്റായിട്ടിരിക്കും. അതുകൊണ്ട് നീ അങ്ങനെ എന്തും ഭാവിക്കൂ തീറ. ഒരാള് ഒരു കള്ള് സാപ്പിട മുന്നുള്ള നിന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് അയാൾ അങ്ങനെ നിക്കോ തീറ. ഇത്തക്കും അവാലിയത്വം ചെന്നിട്ട് വേറെ ഹദീസുണ്ട്. തെറ്റിദ്ധാരണ പണ്ടെങ്കിലത്തെ ജാഗ്രത ജാഗ്രത ആക്കണുണ്ട്, അത് അയാൾ ജാഗ്രത ആക്കണം. പക്ഷെ അങ്ങനെ ഒരാൾ നിന്നിട്ടിരിക്കുമ്പോ ഞാൻ വിചാരിക്കട്ടെ, അവನು കള്ളു കുടിക്കോ പോയാ, കള്ളു കുടിച്ച് ബന്നേന്ന് ചെന്നിട്ട് വെറുതെക്ക് പാസ്സാക്കോ തീറ. രണ്ടാളൊരു പക്കം നിന്നിട്ടുള്ളാർ. അപ്പൊ ഞാൻ വെറുതെക്ക് തപ്പു ഭാവന വിചാരിച്ചുള്ള അവൻ എന്റെ പറ്റി മുണ്ടിയോണ്ടുള്ള അല്ലെങ്കിൽ ഇന്നാലിന്ന ആളെ പറ്റി മുണ്ടിയോണ്ടുള്ള ചെന്നിട്ട് വെറുതെക്ക് ഇല്ലാത്ത ഫിത്ന ഫസാദ് ഉണ്ടാക്കണമെങ്കിൽ താള് നങ്ങ ആവൂ തീറ. വല്ലാത്ത ജസ്സസു നിങ്ങ ചെമ്മ അടിക്ക് ആളത്തിൽ ഇങ്ങ അന്വേഷിക്കൂ തീറ. വെറുതെ ചൂഞ്ഞന്വേഷിக்கிறேன்னு ചൊല്ല. അങ്ങനെ അന്വേഷിക്കൂ തീരാൻ പരിശുദ്ധമായ ഖുർആൻ ചൊന്നു. അങ്ങനെ അന്വേഷിക്കൂ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലാണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ ചൊന്ന. അങ്ങനല്ലേ ഞങ്ങൾ നഹ്നു നഹ്കുമു ബില്ലാഹിർ, ലാഹിർ കൊണ്ട് വിധിക്കടാൻ. ബാത്തിനുള്ള അറിയുക അങ്ങ് സാധ്യ മഹാന്മാർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധ്യ. പക്ഷേ അത് വിധിക്കുക അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു മനുഷ്യന്മാരെ ലാഹിർ കൊണ്ട് വിധിക്കുക ഏൽപ്പിച്ചിടാ. അപ്പോ ഒരാളെ കുറവും നങ്ങ എടുത്തിട്ട് അതിനെ ഫലീഹത്താക്കടങ്കത്തെ ആള് ആയി പോണുക തീറ. വകദാലിക നുരി ഇബ്രാഹിം മലക്കൂത്ത സമാവാതി വൽ അർള്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി അള്ളാഹു ചൊന്ന, ഇബ്രാഹിം നബിക്ക് ആകാശഭൂമിയിലുള്ള എല്ലാ സാമ്രാജ്യത്തെയും എല്ലാ വിഷയത്തെയും ഞങ്ങൾ കാട്ടിക്കൊടുത്താണ്ട്. അങ്ങനെ മോശക്കാരൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് ഒരു മോശക്കാരനായ ആളെ കൊന്തയിത്ത്. ഇന്നാള് മോശാണ്ട് അയാൾക്കെതിരെ പ്രാർത്ഥിച്ചപ്പോ അയാൾ നാശായി പോയിത്ത്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ, നന്റെ ദാസന്മാർക്ക് എതിരായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കോ തീറ. കാരണം നിങ്ങളെ ദുആത്തുക്ക് ഉത്തരവുണ്ട്, നിങ്ങളെ ദുആത്തുക്ക് ഉത്തരവുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ദ്വാരക്കണ്ടാന്ന് ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഹിക്കമുടെ ഷറഹുൽ ഹിക്കം അബ്ദുല്ലാഹി ഷർഖാവി റളിയല്ലാഹു അൻഹു ഹിക്കമുടെ ഷറഹിൽ നമുക്ക് കാണാൻ സാധ്യ. അപ്പോ ഒരാളുടെയും ബാത്തിന് നോക്കുക ഏൽപ്പിച്ചിട്ടില്ലാണ്ടാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവിടെ. ഇങ്ങനത്തെ തെറ്റിദ്ധാരണ ചൂഞ്ഞന്വേഷിക്കടെ, അല്ലെങ്കിൽ ഒരാളെ ഔത്തരെ കണ്ടിക്ക് പോയിട്ട് മെല്ലെ ഇങ്ങനെ നിൽക്കടെ, അങ്ങനെ ഔത്തിൽ എന്തെല്ലാം ആക്കിക്കൊണ്ടുള്ളാരെന്ന് ചെന്നിട്ട് ഓണിങ്ങനെ അന്വേഷിക്കുക, അതൊരിക്കലും തീരാണ്ട. വലാ തഖ്ഫു സല്ലാത്തിൽ ഇബാദി തഉദ്ദുഹാ ഫലസ്ത അലാ ഹാദൽ വറാബി മുസൈത്തിരി. ബഹുമാനപ്പെട്ട ഇമാമിങ്ങ ചെന്നാർ, ഒരു അടിമടയും കുറവും കുറ്റവും നീ അതിങ്ങനെ തുടർന്നിട്ട് നോക്കിക്കൊണ്ട് എണ്ണിയോണ്ട് കൊണ്ടെങ്കിൽ താളാവണ്ട. കാരണം നിന്റെ അതിരെ മേലെ ഏൽപ്പിച്ചിട്ടാണ്ടാ പഠിപ്പാട്ടേ. പിന്നെ ഇമാം ഖുർത്തുബി വിശദീകരിച്ചെങ്കിൽ ഒരു സംഭവം ഉണ്ട്. ഒരു പെണ്ണ് മരിച്ചപ്പ ഇമാം സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇത് വിശദീകരിക്കരുത്. അയാളെ ആ പെണ്ണിടെ മൂത്തോന്റെ അഹ്ടെ സഹോദരന്റെ പർസ് ആ ഖബറിന്റെ ഉള്ളിൽ ബാക്കിയായിട്ട്. അങ്ങനെ അതിരെ അയാൾ തുറന്നു നോക്കുമ്പോ ഖബർ ഇങ്ങനെ കത്തിയോണ്ടുണ്ട്. ഉമ്മക്ക് വിഷയ കിട്ടിത്ത്. എന്തേ കാരണാണ്ട് ഉമ്മടട്ട് കേട്ടപ്പോ ഉമ്മ ചെന്ന് അവൾ നിസ്കാരത്തെ ടൈം എടുത്തിട്ട് പിന്നെ പിന്തിച്ചോണ്ടിരുന്ന ആൾ ടൈമിൽ നിസ്കരിച്ചോണ്ടിരുന്നില്ല. ഒന്നു രണ്ടാമത് ജാവായെങ്കിൽ പിന്നെ നിരക്കരടങ്ങളെ ഔത്തരെ മുട്ട പോയിട്ട് അങ്ങനെ രഹസ്യ
പിന്നെ അറിയങ്കത്തെ പെണ്ണായിട്ടിന്നാൽ അവളു അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവളുകു ഇത്രയും വലിയ ശിക്ഷ കൊടുത്താൻ ചൊന്നിട്ടു ഇമാം ഖുർത്തുബി ഉദ്ധരിക്കലങ്കത്തെ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധ്യമാവും. അപ്പോ ഒരാളെ പറ്റി വെറുതെ മനസ്സിൽ തപ്പ് വിചാരിച്ചെങ്കിൽ അത് ഗീബത്തായി പോകണ്ട. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കൂ തീരാ വെറുതെ എന്തി അങ്ങനെ വിചാരിക്കണം. മുഞ്ഞാണ്ട് ഒരു പക്ക ഒരാള് ഒരു ഒരു പിന്നെ ഫംഗ്ഷന്റെ അവിടെ എന്തായി ചെന്നെങ്കിൽ ഒരു ആണിങ്ങ അയാളൊട്ടിಗೆ ഒരു പെണ്ണിങ്ങനെ പോയോണ്ടുള്ള ആൾ നോക്കുമ്പോ അങ്ങനെ കുറെ സമുദായ പ്രേമിങ്ങ ഇക്കടാറ് വെറുതെ അങ്ങനെ എത്ര മോശപ്പെട്ട ആൾമാരായെങ്കിൽ ബാക്കിലങ്ങ മോശമാകത്തില്ല അങ്ങനെ അല്ല കൊണ്ട് ചെന്നിട്ട് ബേരിക്കിടങ്കത് ഇങ്ങനെ അന്വേഷിച്ച് നടക്കിടങ്കത്തെ ആൾമാരിക്കടാറ് എഞ്ഞ ഫിത്തനുണ്ട് എഞ്ഞ ഫസാദുണ്ട് അതിലെങ്ങനെ ഉണർത്തോകു അൽ ഫിത്തനത്തു നായിമത്തുൻ ലഅനല്ലാഹു മൻ ഐഖല്ലഹ ಅಂತ ഫിത്തന ഉറങ്ങിട്ടിക്കിട് അതിലെ ഉണർത്തണവണക്ക് അള്ളാഹുടെ ഷാപ്പ ഇക്കട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ദുആർന്നിട്ട് ഫിത്തന ഇല്ലാത്ത ജാഗിൽ ഫിത്തന ആക്കടങ്കത്തെ ചെമ്മ ആൾമാർ യാറായിട്ടുള്ളങ്കത്തെ ഒരു ടൈമാണ്. അങ്ങനത്തെ ചില സമുദായ പ്രേമിക അങ്ക് പുറത്തൊരു ആൾമാരെ ഭയങ്കര പ്രേമ ബാക്കിലെല്ലാം നല്ല ആവണം ചൊല്ലു. അങ്ങനെ ഒരു ആണിങ്ങും ഒരു പെണ്ണിങ്ങനെ പോകുമ്പോ ഇങ്ങ് വിചാരിച്ചിട്ട് ഈ പെണ്ണൊരു ഫംഗ്ഷന്റെ അവിടെ തപ്പാട്ടി പോകേണ്ട ഇയാളെന്ന് ചൊന്നിട്ട് ഇങ്ങനെ പോയിട്ട് അയാളെ മുട്ട ഇങ്ങനെ ഗൗജാക്ക തുടങ്ങിയാറ്. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് അത് അയാളെ മോളു ഈ പെണ്ണ് അയാളെ മോളു. അപ്പോ അയാളൊരു പൊലിയോണ് കൊടുത്തു അതെന്റെ മോളിലാന്ന് ചൊന്നിട്ട്. അപ്പൊ നോക്കൂ ഒരു ബാപ്പടെ ഒട്ടിക്ക് ഒരു മോള് പോയപ്പോ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് ഗൗജാക്കിയാറ്. ഈ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ ആരെ ഏൽപ്പിച്ചിടാ? പരിശുദ്ധമായ ഇസ്ലാം ചൊല്ല ഇങ്ങനത്തെ ഒരു ഏൽപ്പിക്കൽ നടത്തിയിട്ടേ ഇല്ലല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരാളെ പറ്റിയും തെറ്റിദ്ധാരണ ഞങ്ങളെ മനസ്സിൽ പറഞ്ഞുകേ തീരാ, ഒരാളെയും ക്ഷേമാക്കൂ തീരാ. ഇസ്ലാം അത് ഇഷ്ടപ്പെടുന്നതേ ഇല്ലേ. ഏതുവരെ ഒരാണും പെണ്ണും വ്യഭിചാരാക്കിക്കൊണ്ടുള്ളാറ് അതിൽ ನಾನು ಕಂಡಾಂಡ್ പേരിക്കും ഉദാഹരണത്തിന് എങ്കിൽ ನಾನು അതിൽ ചൊല്ലുന്നക്ക് നിർബന്ധം എന്തുമില്ല, നിർബന്ധമാണക്ക് അത് ചൊല്ലു. ഇത് ഞാൻ ഓർത്ത കാരണം ഞങ്ങളെ ക്ഷേമാക്കേണ്ടതാണ്. ഞാനിപ്പോ പോയിട്ട് ചെന്നാണ്ട് വിചാരിച്ചെങ്കിൽ നന്റെ ഒരാളെ കൊണ്ട് ആ സാക്ഷി സ്വീകരിക്കല. ഇസ്ലാം നോക്കൂ ഒരാളെ അഭിമാനത്തെ എത്ര ശക്തമായിട്ട് ഇസ്ലാം കാക്കിടൂടെ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ മായിദ് റളിയല്ലാഹു അൻഹു ಬಂದು ചെന്നല്ലേ ನಾನು വ്യഭിചരിച്ചില്ല നബിയെ. അപ്പൊ നബി തങ്ങൾ ചെന്നേന്ദ്രെ നീ വ്യഭിചരിച്ചിലായിട്ടിക്കല്ല നീ ചുംബിച്ചിലായിട്ടിക്കുള്ളേ. അല്ല നബിയെ ഞാൻ വ്യഭിചരിച്ചു അല്ലാണ്ട് നീ അവളെ തൊട്ടതായിരിക്കും ചെന്നിട്ട് നബി തങ്ങ അയാളെ അഭിമാനത്തെ കാക്കുവാനായിട്ട് എത്ര ശക്തമായി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നോക്കൂ. അപ്പോൾ ഒരു മുസ്ലിമുടെ അഭിമാനം ചെന്നെങ്കിൽ ചെമ്മ ബലമുണ്ട്. അതുകൊണ്ടാണ് ഒരാൾ വ്യഭിചരിച്ചത് ഞാൻ കണ്ടാണ്ടെങ്കിൽ ശരിക്കും നാ കണ്ടത് അത് ക്ലീൻ എങ്കിലും നക്ക് ചൊല്ലുക അധികാരം ഇല്ല, ചൊല്ലുക നിർബന്ധം ഇല്ല. ഇനി നാ ചൊന്നാണ്ടെങ്കിൽ നക്കെതിരെ അടി പാസ്സാക്കട്, വെഞ്ചല് ചൊന്ന കതുഫ് ചൊന്നത്തെ അടി നക്ക് പാസ്സാക്കട്, 80 അടി നക്കെതിരെ പാസ്സാക്കട്. ഇനി വേറൊരാൾ വന്നു ചെന്നു അവന് വലിയ ആലിമാണ് വന്ന് ചൊല്ലേ പിന്നെ വ്യഭിചരിച്ചിടാറങ്ങാൻ ജണ്ടാളായി എങ്കിൽ 4 ആള് ഭർത്തിയാവാത്ത കാലത്തോളം ഇസ്ലാമിക ഭരണം കൊണ്ടുണ്ടായെങ്കിൽ അങ്ങ് ആക്കിടറുണ്ടായെങ്കിലും നിന്റെ ചൊല്ല കേൾപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആള് ഭർത്തിയായിട്ടില്ല, 4 സാക്ഷി വേണു. നീ എത്ര വലിയായെങ്കിൽ നീ കൂടെ അടി കിട്ടു, 80 അടി കിട്ടു. അതുകൊണ്ട് 4 സാക്ഷി ഇല്ലാത്ത കാലത്തോളം നിന്റെ സ്വീകരിക്കല, നിക്ക് അടി കിട്ടു. അപ്പൊ ക്ഷേമാക്കൃത് ഒരിക്കലും ഇസ്ലാം ഇഷ്ടപ്പെടില്ല. വലഖദ് കറംനാ ബനി ആദംട്ടാണ് ഖുർആൻ ചൊല്ലെ. മനുഷ്യന്മാരെ ഞങ്ങൾ ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല. അതുകൊണ്ട് ഒരുത്തര മേൽ പേരിൽ വിളിക്കലേ അവനക്ക് തീരെ ഇഷ്ടയിക്കില്ലത്. പക്ഷെ നാണുണ്ട് ഇങ്ങനെ മേൽ പേരിൽ വിളിച്ചെങ്കിൽ നന്റെ എല്ലാ സൽക്കർമ്മവും നാശായി പോണത് അത് കാരണമായിട്ടിക്കൂ. നന്റെ എല്ലാ സൽക്കർമ്മവും അവനുക്ക് പോവും, അവന്റെ ബടക്ക് ചിലപ്പോ നക്ക് പറു. അങ്ങനെ ഞാൻ ഏറ്റവും പരാജയപ്പെട്ട ആളായി മാറുവേ. അതുകൊണ്ട് ഒരാളെ മേൽ പേരിൽ വിളിക്കലെങ്കത്തെ ആൾ ഞങ്ങൾ ആവുകയില്ല. മേൽ പേരിൽ വിളിക്കുന്നത് ഒരിക്കലും ഒരു മനുഷ്യനും ഇഷ്ടയിക്കില്ല. അവനു ഉമ്മ അബ്ബ ഇട്ടെങ്കത്തെ നല്ല പേരിക്കില്ല, ആ പേരിലെ വിളിക്കാണ്ടല്ലാണ്ട് അവന്റെ മേൽ പേര് വെച്ചിട്ട് തമാശാക്കടെങ്കത്തെ ഒരവസ്ഥ ഉണ്ടാവുകീരാ. അവന്റെ കുറവുടെ ഇങ്ങനെ എടുത്തിട്ട് 4 ആൾമാരെ മുന്നിൽ ചൊന്നിട്ട് അവന്റെ ഫലീഹത്താക്കടെങ്കത്തെ ഒരവസ്ഥ ഉണ്ടാവുകീരാ. എത്ര നല്ല സന്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് പഠിപ്പാട്ടെ. ലാ യഫ്തുറു അബ്ദുൻ അബ്ദൻ ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ സ്വഹീഹായ ഹദീസ്. ഒരടിമ പിന്നൊരടിമയുടെ തപ്പുടെ മറച്ചു വെച്ചാണ്ടായെങ്കിൽ ഓന്റെ കുറവുടെ എല്ലാം അള്ളാഹു താല മറച്ചു വെക്കും. എത്ര കുറവിക്കൂ ഞങ്ങളെ ಖಾಸಗಿ ಬದುಕುಳು ഞങ്ങൾ ആക്രമിക്കത്തെ എത്ര തപ്പിക്കൂ ആൾമാര മുന്നിൽ ഞങ്ങൾ നല്ല സുബക നല്ല ആൾമാരായിട്ടിക്കുക, നല്ല സ്വാലിഹീങ്ങളായിട്ടിക്കുക. ഞങ്ങളെ കൈ കണ്ടെങ്കിൽ ചിലപ്പോ ഞങ്ങൾ കണ്ടെങ്കിൽ കൈ പിടിച്ച് മുത്തുവാർ, അങ്ങനത്തെ സ്വാലിഹീങ്ങളായിട്ടിക്കുക. അതേ സമയത്ത് ഞങ്ങളെ രഹസ്യ ಬದುಕುಳು ഞങ്ങളെ നഫ്സിനെ ഞങ്ങൾക്ക് നിയന്ത്രിക്കോ ചിലപ്പോ സാധ്യാവല. ഞങ്ങൾ ചെമ്മ ഹറാമാക്കടങ്കെ ആൾമാരായിട്ടിക്കുക, ഞങ്ങൾ ചെമ്മ തപ്പാക്കടങ്കത്തെ ആൾമാരായിട്ടിക്കുക. പക്ഷെ ഇതാരും ಗೊತ್ತಿಲ್ಲ. ഇത് നാളെ ഖിയാമത്ത് നാളിൽ ചിലപ്പോ ഞാൻ ഫലീഹത്തായി പോവേ. അതുകൊണ്ട് നിന്റെ എത്രമായി പോണ്ടു, നിന്റെ മേ സമാക്കൂ ചെമ്മ സ്വറമുണ്ടു. ഇങ്ങനത്തെ ആള് നീ പിന്നൊരുത്തര സമാക്കൂ പോണ്ട.
പിന്നൊരുത്തര തപ്പും കുറവും ഇങ്ങനെ അന്വേഷിച്ച് നടക്കണമെങ്കിൽ ഒരാളാവുക തീരാ. ഇന്ന് ദുനിയാവിൽ യാറ നടന്നുകൊണ്ടുള്ളത് അതാണ്. നങ്ങ ഭാരി നല്ല ആൾമാർ, നാണും പിന്നൊരുത്തം പരസ്പരം ഉണ്ടുമ്പ നങ്ങ മുണ്ടര മൂന്നാമത്തെ ഒരാളെ വിഷയ, നാണും അവനും ഭാരി നല്ല ആൾമാർ. നന്റെ കുറവ് അവನು ചൊല്ലില്ല, അവന്റെ കുറവ് നാണും ചൊല്ലില്ല, നങ്ങ നല്ല ആൾമാർ. അതേ സമയത്ത് മൂന്നാമത്തെ ഒരുത്തുള്ള അവನು വെറും മോശപ്പെട്ട ആൾ, അവൻ ഇങ്ങനെ ചൊന്നിട്ടു അവന്റെ ദൂരിത്ത് നന്റെ ആശ്രമം നഷ്ടപ്പെടുത്തിറങ്ങിയ ഒരവസ്ഥയാണ് ഇന്ത്യ ആറെ കണ്ടോണ്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും പിന്നൊരാളെ പറ്റി തെറ്റായ ഭാവന ഉണ്ടാവുക തീരാ, തെറ്റായ ധാരണ ഉണ്ടാവുക തീരാ. എല്ലാരെ ഐബും മറച്ചു വെക്കണമെങ്കിൽ നല്ല വിശാല മനസ്സ് നമുക്കുണ്ടാവണു. അങ്ങനെ ഉണ്ടായെങ്കിൽ ഖിയാമത്ത് നാളിൽ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടുക സാധ്യം ചൊന്നിട്ടു ഈ ചെറിയ ഹദീസിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സന്ദേശം നമുക്ക് തന്നോണ്ടുണ്ട്. അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.